എങ്ങാടാണ് ഈ ചീറിപ്പാഞ്ഞ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ അഴീക്കോട് ബീച്ചിൽ ഇപ്പോൾ ബീച്ച് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കേണ്ട. ഇന്നാണെങ്കിൽ സ്പെഷ്യൽ ഗസ്റ്റും വന്നിട്ടുണ്ട്, വേറെ ആരുമല്ല, നമ്മളാണ് റോസ്. ബീച്ച് ഹൗസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച മേലായിട്ടാ. എന്നാലും എന്താണ് തിരക്കിനൊരു കുറവില്ല. രാവും പകലായിട്ട് നല്ല രീതിയിൽ ആൾക്കാരോട് വന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 100 കഴിയണവരെ ഈ കൊടുങ്ങല്ലൂർക്കാർ മൊത്തം ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും. കൊടുങ്ങല്ലൂർക്കാർ മാത്രമല്ല, എറണാകുളത്തും തൃശ്ശൂരിനും ആൾക്കാരുണ്ട്. അങ്ങനെ ചോട്ട മുമ്പിൽ ഭാവന പറയണ പോലെ അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നിട്ടാ. പോരാത്ത നമ്മുടെ ബീച്ച് ഹോസ്റ്റലും. അങ്ങനെ ഹണി റോസിന് നോക്കണം നിൽപ്പം കണ്ട് വേറെ ആൾ നിൽപ്പുണ്ടായിട്ടോ അവിടെ. വേറെ ആരില്ല, നമ്മുടെ സാമ്യണ്ണ കൂടെ പിന്നെ രാജാക്കണ്ണും ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. ഒരാൾക്ക് ഞാൻ കാണിച്ചു തരാം. ഭൂഗോളത്തിന്റെ ഓരോ എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ആർട്ട് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ജയസൂര്യൻ വിനായകനെ മീൻ പിടിക്കാൻ പോകണമെന്നാണ്. എക്സിബിഷൻ മാത്രമല്ല, കയ്യിലുള്ള പൈസ കളയാനായിട്ട് ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റിയും കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പണ്ടേ ബാഗില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഏരിയയിലേക്ക് കൈവെക്കാൻ നിന്നില്ല. പിന്നെ അത് മാത്രമല്ല, എന്റർടൈൻമെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടാം എല്ലാ പ്രായക്കാർക്കും. അപ്പോൾ ഇനി ന്യൂ ഇയറിനാണെങ്കിലും ന്യൂ ഇയർ വരെയാണെങ്കിലും അടിച്ചു പൊളിക്കാനായിട്ട് അഴിക്കോട് ബീച്ചിലേക്ക് വന്നോട്ടാ. ഇഷ്ടം പോലെ പരിപാടിയും കാര്യങ്ങളും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് ഒരു പൊളി പൊളിച്ച് പോവാൻ അങ്ങോട്ട്. അപ്പോൾ ഇനി അടുത്ത വീടായിട്ട് വരാം. ബൈ.